അതെ, സ്കിപ്പ് ചെയ്യല്ലോ കേട്ടോ, ഈ വീഡിയോ ഒന്ന് കാണും. ഇത് ഇറാന്റെ ഏറ്റവും അത്യാധുനിക ഫത്ത മിസൈൽസ് ആണ്, അതായത് ഹൈപ്പർസോണിക് മിസൈലാണ്. ഇത് ഇന്നലെ ഇറാന്റെ IRGC പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് വെറുതെ വിട്ടതല്ല. ഇതിനുശേഷം അതിന്റെ കൂടെ ഒരു ക്രിയേറ്റഡ് വീഡിയോയും കൂടെ അവർ അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൽ ഈ മിസൈലുകൾ ശബ്ദത്തിനേക്കാളും 13 ഇരട്ടി വേഗതയാണുള്ളത് കേട്ടോ. ഈ ഒരു മിസൈൽസിന്റെ വേഗത എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതലാണ്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ ഇവ നിഷ്പ്രഭമാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. മാത്രമല്ല കേട്ടോ, ഈ ഒരു മിസൈൽ അങ്ങ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിന്റെ ഒരു റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. അതുപോലെ മിസൈൽ പോകുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് റീച്ച് ആക്കാൻ നിങ്ങൾ മാക്സിമം ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രിപ്ഷനാണ് മെയിനായിട്ട്. അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും ഞാൻ ഇടുന്നത്. അതുകൊണ്ട് മാക്സിമം അത് ചെയ്തിട്ട് ഈ മിസൈൽ പോകുന്ന പോലെ തന്നെ നമ്മുടെ ചാനലും അങ്ങ് എന്താ പറയുക, അങ്ങനെ ഉയർന്ന് പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ആ ഒരു മിസൈൽ പോകുന്നത് അമേരിക്കയുടെ എന്താ പറയുക വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണിനെ തകർക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ ശേഷിനെ തുളച്ച് ഇത് തകർക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തോട്ട് വിട്ടത്. ഈ ഒരു ഫത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മിസൈൽസിനെ പറ്റി ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ലോകത്ത് പലരും സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ പെട്ടിട്ടുള്ള ഒരു മിസൈലാണ്. ഇത്രയും ഒരു ഹൈപ്പർസോണിക് വിമാനം, അതായത് ശബ്ദത്തേക്കാൾ വേഗതയിൽ പോകുന്ന ഒരു മിസൈൽ, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇത് പതിച്ചു കഴിഞ്ഞാൽ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫൻസ് സിസ്റ്റം, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് ഈ അയൺ ഡോം പോലത്തെ സിസ്റ്റങ്ങളെ തുളച്ച് കയറുന്നതിനൊക്കെ പറ്റി ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പേടിയോ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, ഇത് അമേരിക്കയ്ക്കുള്ള, അതായത് നിങ്ങൾ ഏത് രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ ഏതാണെങ്കിലും ഞങ്ങൾ അത് തിരിച്ചടിച്ചിരിക്കും എന്നാണ് ഈ വീഡിയോ കൂടെ പുറത്തോട്ട് വിട്ടത്. ഇനി ഇത് മാത്രമല്ല, ഇറാന്റെ മറ്റ് സൈനിക നീക്കങ്ങളെ പറ്റിയും ഇന്നലെ അവരുടെ തന്നെ ആളുകൾ വന്ന്, അല്ലെങ്കിൽ അവരുടെ തന്നെ സൈനിക തലവന്മാർ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ദൃശ്യം കൂടെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഡ്രോൺ ദൃശ്യങ്ങളാണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള നമ്മുടെ സെയിം USS എബ്രഹാം ലിങ്കന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ കംപ്ലീറ്റ്ലി ഇറാന്റെ എന്താ പറയുക ഗാർഡ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ഇത് കണ്ട സമയത്ത്, അതായത് ഇറാൻ ഏത് രീതിയിലാണ് അമേരിക്കനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ ഇത്തരത്തിലുള്ള ഏത് പ്രവൃത്തിയും അത് ആളുകൾക്ക് കാണിച്ചു തരികയാണ്. ഞങ്ങൾ വെറുതെ ഇരിക്കല്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇപ്പം പ്രസിഡന്റ് ട്രംപ് വന്ന് പല പ്രാവശ്യങ്ങളായിട്ട് ഇന്നലെയും ഇന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പ്രസ്സിനൊക്കെ കൊടുക്കുന്ന സംസാരങ്ങളെല്ലാം പറയുന്നത് ഞങ്ങളുടെ ഇത്രയും വലിയ കപ്പലുകൾ ഇറാനെ ചുറ്റിയിരിക്കുകയാണ്, ഞങ്ങൾ എപ്പം വേണമെങ്കിലും അടിക്കും എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിനുള്ള മറുപടികളായിട്ടാണ് തിരിച്ച് ഞങ്ങൾ നിങ്ങളെയും വാച്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കപ്പൽ എവിടെ ഉണ്ട്, ഏതാണ്, എങ്ങനെയാണ് ഒക്കെ ഉള്ളത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളും തിരിച്ചടിക്കും എന്നാണ് ഈ ഒരു വീഡിയോയുടെ പൊരുള്. അതാണ് അതിന്റെ സത്യം. IRGCയുടെ തന്നെ തലവനായിട്ടുള്ള കമാൻഡോ തലവൻ ജനറൽ ആയിട്ടുള്ള മുഹമ്മദ് പക്പോർ ഇന്നലെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വൈറൽ ട്രിഗറിങ്, ഇറാന്റെ സൈന്യം എന്നത്തേതിനേക്കാളും സജ്ജവുമാണ്, ശക്തവുമാണ്. ഏത് ആക്രമണം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പുള്ളി സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം കാണുന്നുണ്ടല്ലേ അമേരിക്ക എങ്ങനെ പറയുന്നു, ഇപ്പം കുറച്ച് സമയങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇസ്രായേലിൻ്റെ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങളും സംസാരങ്ങളൊന്നും പുറത്തോട്ട് വരുന്നില്ല. നെതന്യാഹു ഒരു വലിയ രീതിയിൽ പണ്ട് ഞങ്ങൾ പൊട്ടിക്കും എന്നിപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു രീതിയിലുള്ള സംസാരങ്ങൾ നെതന്യാഹുവിൻ്റെ സൈഡിൽ നിന്ന് വരുന്നില്ല. അപ്പം അതിൻ്റെ റിപ്പോർട്ടുകളെ പറ്റി ഇന്ന് രാവിലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതായത് അമേരിക്കൻ ഇളക്കി വിട്ടിട്ട് ഇസ്രായേൽ മാറി നിൽക്കാനുള്ള പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാരണങ്ങൾ സൈനിക വെല്ലുവിളിയും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇപ്പം ഇസ്രായേലിലുള്ളത്. ആ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇറാനെ പോലെ നല്ല കേട്ടോ. ഇറാന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രതിരോധങ്ങളും ഉപരോധങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്രായേലിന്റെ കാര്യം അങ്ങനെയല്ല. അതായത് മിസൈൽ പ്രതിരോധം 2024-25 ഇടയിൽ ഏകദേശം ഇറാൻ തന്നെ 800ഓളം ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിലോട്ട് വിട്ടിട്ടുള്ളത്. 800ന്റെ കൂടുതൽ വിട്ടിട്ടുണ്ട്. അതിൽ നമുക്കറിയാം, അതിൽ കുറച്ചെണ്ണേ അവിടെ പതിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടുത്തെ അയൺ ഡോം സിസ്റ്റത്തിനെ തകർത്തു, താഡിനെ തകർത്തു ഒക്കെയാണ് ഈ മിസൈലുകൾ ഇട്ടുണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ
ഒരു മിസൈൽ അങ്ങോട്ട് വിടുന്ന സമയത്ത് അതിനെ തകർക്കുന്നത് മറ്റൊരു മിസൈൽ വെച്ചിട്ടാണ്. ഈ അയൺ ഡോം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു മൂടി വെച്ചതല്ല. അവിടെ നിന്നുള്ള ഈ നമ്മൾ S-400 ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതിൽ നിന്ന് മറ്റൊരു മിസൈൽ പോയി ആകാശത്ത് നിന്ന് ഇതിനെ തകർക്കുകയാണ്. അപ്പോൾ ഇവർ വിടുന്ന മിസൈൽ, ഏറ്റവും കൂടുതൽ മിസൈൽ ശേഖരമുള്ളത് ഇറാന്റെ കയ്യിലാണ്. അപ്പം ഇറാൻ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം മിസൈൽ ശേഖരങ്ങൾ അവരുടെ കയ്യിലില്ല. അവർക്ക് അല്ലാത്ത തരത്തിലുള്ള, അതായത് ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളുമാണ്. അപ്പം ഈ മിസൈൽ വരുന്ന മിസൈൽസിനൊക്കെ തകർക്കണമെങ്കിൽ അത്രയും മിസൈൽ ശേഖരങ്ങൾ അവരുടെ കയ്യിലും വേണം. അതുകൊണ്ട് തന്നെ ഏകദേശം 1000-ഓളം മിസൈലുകൾ വിട്ടിട്ടുണ്ട്. അതിൽ 800-ഓളം അവർ തകർത്തിട്ടുണ്ട്. ആ തകർത്ത അതിനുപയോഗിച്ചിട്ടുള്ള ആരോ, അതായത് ഇന്റർസെപ്റ്റർ മിസൈലുകൾ വെച്ചിട്ടാണ് ഇതൊക്കെ തകർത്തിട്ടുള്ളത് അവരുടെ അയൺ ഡോം സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽസിന്റെ എണ്ണം ഗണ്യമായിട്ട് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ട്. ഇനി ഇത് അമേരിക്കയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ അവർ തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും സാമ്പത്തിക ഇത് തന്നെയാണ്. അപ്പം എല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ട്, സൈനിക ശേഷി മാത്രമല്ല, അതിനാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ ഇസ്രായേൽ പണിയുണ്ട്. ഏതെങ്കിലും രീതിയിൽ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇറാൻ ബാക്ക് ടു ബാക്ക് മിസൈൽ വിട്ടുകൊണ്ടിരിക്കും ഈ പറഞ്ഞ ഇസ്രായേലിലോട്ട്. ഇതിനെല്ലാം കൂടെ തകർക്കാൻ ചിലപ്പം ഇസ്രായേലിന് കംപ്ലീറ്റ്ലി കഴിഞ്ഞില്ല, 2-3 ഈ പറഞ്ഞ പോലെ ഫത്താഹ് പോലത്തെ മിസൈൽ ഇസ്രായേലിൽ പോയി വീട് കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ മൊത്തം, അത്രയും ചെറിയ രാജ്യമാണ്, മൊത്തം തന്നെ കത്തി തകർന്നു പോകും. അപ്പം ഇറാനുമായുള്ള സംഘർഷത്തിനെ തുടർന്ന് ഇനി നടക്കാനിരിക്കുന്ന ഒരു യുദ്ധത്തിനും കൂടെ ചിന്തിച്ചിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹു മൊത്തം പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൊത്തം ആശങ്കയിലാണെന്ന് പല വിദഗ്ധരുടെയും ന്യൂസുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അവിടെ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ ഈ യുദ്ധത്തിനെതിരെയായിട്ടും സംസാരിക്കുന്നുണ്ട് ഈ ഇസ്രായേലികളുടെ കൂട്ടത്തിൽ തന്നെ. ഇനി അത് മാത്രമല്ല, ഇറാന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, അവരുടെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികളും ഹിസ്ബുള്ള, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറഞ്ഞ ഇസ്രായേലിലോട്ട് ആക്രമണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തടുത്തു നിർത്തുക, പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ഇതായതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വലിയ വലിയ നീക്കങ്ങളിലോട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ ഡയറക്റ്റ് പോയിട്ടായിരുന്നു ഇറാനിലോട്ട് ബോംബിട്ടിരുന്നത് അവിടുത്തെ ആളുകളെ, അല്ലെങ്കിൽ അവരുടെ സൈനിക നേതാക്കളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാണ്ട് അമേരിക്കനെ മുൻനിർത്തി ഇസ്രായേൽ ഇങ്ങനെ നിൽക്കുന്നതിനുള്ള റീസൺ ഇതാണ് എന്നാണ് പറയുന്നത്. ഒരേ സമയത്ത് തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇറാന്റെ തിരിച്ചടി പ്രതിരോധിക്കാൻ ഇസ്രായേൽ പൂർണ്ണ സജ്ജമല്ല എന്നും കൂടെ നെതന്യാഹു പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, പ്രതിരോധ ശേഷിയിലെ കുറവ്, ഇസ്രായേലിന്റെ പക്കത്തുള്ള അത്യാധുനിക പ്രതിരോധ മിസൈലുകൾ വളരെ രീതിയിൽ എണ്ണത്തിൽ അത് കുറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഇറാന്റെ പല ഇനി അത് മാത്രമല്ല, ഇസ്രായേലിന്റെ പക്കലുള്ള അത്യാധുനിക പ്രതിരോധ മിസൈലുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഇറാന് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ സുരക്ഷാ കവചം എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ നല്ല ആശങ്ക ഈ പറഞ്ഞ ഇസ്രായേലിനും ഉണ്ട്. മാത്രമല്ല, ഇറാന്റെ ഒരു മിസൈൽ സിറ്റി നമ്മൾ 2-3 വീഡിയോത്തിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു മിസൈൽ, ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര ആയിരക്കണക്കിന് മിസൈലുകൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള, അതൊക്കെ ഇപ്പോഴും അവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നായിട്ട് പുറത്തോട്ട് വരും ഏത് നേരവും, അല്ലെങ്കിൽ എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ എയിം ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലോട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവരേറ്റവും കൂടുതൽ ഇപ്പം അമേരിക്കയാണെങ്കിലും ഇസ്രായേലാണെങ്കിലും പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മിസൈൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറാന്റെ ന്യൂസ് ഒരു ദിവസം 1-2 വെച്ചിടുന്നത് വെച്ചാൽ ഇതൊക്കെ അവിടുത്തെ അപ്ഡേറ്റുകളാണ്. നമ്മളിവിടെ കാണുന്നത് ഒന്നുമല്ല, നമ്മളിവിടെ കാണുന്നത് മറ്റു പല അപ്ഡേറ്റുകളുമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പോലും വേണ്ട എന്ന് ഏതോ ഒരുത്തൻ വിളിച്ച് പറഞ്ഞ അതേ അവാർഡ് അവന് കിട്ടുന്ന സമയത്ത് അവന്റെ സന്തോഷം നമ്മൾ കണ്ടു. അതായത് ആളുകളെ തമ്മിൽ അടുപ്പിച്ച് അവാർഡ് വാങ്ങിക്കുന്ന ആളുകളുടെ വാർത്തകളും, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി മറുകണ്ഠം ചാടി എന്ന് പറയുന്ന പല വാർത്തകളും ഒക്കെ നമ്മുടെ നാട്ടിൽ കാര്യം പറയുന്നത്. പക്ഷേ നമ്മുടെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വാർത്തകളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് പലരും പറയുന്നില്ല. ഇനി സംഘ ചാനലുകളാണെങ്കിൽ ഇല്ലാത്ത രീതിയിൽ ഇറാനെ ചീത്ത പറഞ്ഞില്ല, കുറ്റം പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ ആസനം നക്കി നടക്കുന്ന പല ചാനലുകളുടെ ന്യൂസുകൾ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ അവസ്ഥ എന്താണ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ ഓക്കെയാണ്, അല്ലെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ നല്ലതാണ്, ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അതല്ല ഇത് ബോറടിക്കേണ്ട ഇങ്ങനത്തെ ന്യൂസുകൾ, വേറെ ന്യൂസുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്തിട്ട് വീഡിയോ കാണുക.